കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു, അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അബ്രഹാം സാറയും കൊണ്ട് ഒരിക്കൽ മിസ്രൈം ദേശത്ത് പാർക്കുവാൻ പോയി. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യ സാറ സൗന്ദര്യമുള്ളവളാണ്. അപ്പോൾ അവിടെ സൗന്ദര്യം കണ്ടിട്ട് ഭർത്താവെന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ കൊന്നിട്ട് സാറയെ മിസ്രൈമർ എടുത്തു കളയുമെന്ന് ഭയന്നിട്ട് സാറയോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ മിസ്രൈം ദേശത്തിൽ ഇവർ പോയപ്പോൾ മിസ്രൈം രാജാവിനോട് ഈ ഭടന്മാർ സാറയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചു. അപ്പോൾ വർണ്ണിച്ചപ്പോൾ ഫറവോനും എന്ത് ചെയ്ത്, ഈ സാറയെ വിളിച്ചു കൊണ്ടുപോയി. പക്ഷേ ഇവിടെ തനിച്ച് ആക്കപ്പെട്ട അബ്രഹാം അവിടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ ഇരുന്ന് കാണും തൻ്റെ ഭാര്യ സുരക്ഷിതമായി എത്തുവാൻ. പക്ഷെ അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം രാജാവിനോട് ഇടപെട്ടു. അവൻ ഇന്നൊരുത്തൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറയെ അവർ ഉപദ്രവിച്ചില്ല. പിറ്റേന്ന് രാവിലെ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്തിനും ഇങ്ങനെ ഞങ്ങളെ മഹാസങ്കടത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഈ സ്ത്രീയെ ഒന്നും ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ട് ഇവരെ പറഞ്ഞയക്കുവാൻ കൽപ്പിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മക്കളെ, ഭാര്യയെ, ഭർത്താവെ നമ്മൾ ദൂരെ അയച്ചിട്ട് നാം ഭയന്നുകൊണ്ടിരിക്കും. കർത്താവെ, അവിടെ എന്ത് നടക്കും, എന്ത് സംഭവിക്കും, നമുക്കൊന്നും അറിയത്തില്ല. മക്കൾ ഹാസ്റ്റൽ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ ജോലിക്ക് പോകുമ്പോഴായാലും മക്കളെക്കുറിച്ചുള്ള ഒരു ഭയം മാതാപിതാക്കൾക്ക് ഇരുന്നു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ചുള്ള ഒരു ഭയം, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള ഒരു ഭയം. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ആരെ അയച്ചിട്ടിരിക്കുന്നോ അവരായിരിക്കുന്ന സ്ഥലത്തിൽ ദൂതന്മാരെ അയച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി കൽപ്പിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ വിട്ട് ദൂരെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ കർത്താവേ, ഈ സമയത്ത് ഈ വചനം കേട്ട നിൻ്റെ മക്കൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ആർക്ക് വേണ്ടി ദൂരെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഇവർ ഭയന്ന് ദൈവമേ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പൈതങ്ങളെ സ്കൂളിലോ കോളേജിലോ അയച്ചിട്ട് കർത്താവെ ഭയന്നിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് കർത്താവെ നീ കൃപയുണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ അവർക്ക് ഭയത്തെ നീക്കി അവർക്ക് ദൈവമേ ഇപ്പോൾ നല്ല ധൈര്യം നൽകി തൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനത്തിൽ ദൂതന്മാരയച്ച് അവർക്ക് വേണ്ടി നീ കൽപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.